വളരെ നിസ്സാരവും എന്നാൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ്. വായ്പുണ്ണ് എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ നോക്കാം. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വായ്പുണ്ണിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. മറ്റു പല അസുഖങ്ങളും വായ്പുണ്ണ് പോലെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നോർമലായിട്ടുള്ള വായ്പുണ്ണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. വായ്പുണ്ണ് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള സിവിയർ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ വായ്പുണ്ണിൻ്റെ സെൻട്രൽ പോർഷനിൽ മഞ്ഞയോ അല്ലെങ്കിൽ വെളുത്തതോ ആയിട്ടുള്ള ഒരു അടയാളം ഉണ്ടാവും. അവർ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ 2-3 ദിവസം കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് അത് മാറി കിട്ടും. ഈ മാറാത്ത രൂപത്തിലുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തല്ലാതെ 2-3 സ്ഥലങ്ങളിൽ വരുന്ന പുണ്ണ് അല്ല അതിൻ്റെ സൈസ് ഒരു 1 സെൻറ്റിമീറ്ററിന് മുകളിലാണെങ്കിൽ ചെറിയ ഒരു പുണ്ണല്ലാത്ത പുണ്ണുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഹെർപ്പസ് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്, അത് 1-2-3 പോർഷൻ ഉണ്ടാവും. അതല്ലാതെ കൂടുതലായിക്കൊണ്ട് നല്ല വലുപ്പത്തിലുള്ള ഈ 1 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള പുണ്ണ് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വായ്പുണ്ണ് ഈ പറഞ്ഞ കാരണം വ്യക്തമായിരിക്കും. വായ്പുണ്ണ് നമുക്ക് വരികയാണെങ്കിൽ കൃത്യമായ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി എന്താണ് വായ്പുണ്ണിൻ്റെ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. വായ്പുണ്ണ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് വരുന്നത് ആസിഡ് റിഫ്ലക്ഷനാണ്. വൈറ്റമിൻ B12 നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വായ്പുണ്ണ് വരുന്ന സമയത്ത് ഡോക്ടർ വൈറ്റമിൻ B12 തരും. വൈറ്റമിൻ B12 വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്, സ്കിന്നിൻ്റെ റിപ്പയറിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് സഹായിക്കുന്ന വൈറ്റമിനാണ് B12. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെയും സഹായിക്കുന്നതാണ് B12. അപ്പം എന്തൊക്കെയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ആങ്സൈറ്റിയും സ്ട്രെസ്സുമാണ്. നമുക്കറിയാം എന്താ ഈ ബോഡിയിൽ ആങ്സൈറ്റി കൂടുന്ന സമയത്ത് ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കും. കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്ട്രെസ് ഹോർമോണാണത്. നോർമലി ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് കൂടും. ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് കൂടുന്ന സമയത്ത് വായ്പുണ്ണ് കോമൺ ആയിട്ട് കണ്ടുവരും. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കോർട്ടിസോൾ വർദ്ധിക്കുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറയും. കോർട്ടിസോൾ സമയത്ത് ഇമ്മ്യൂണിറ്റി ഈ പറയുന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കുന്ന സമയത്ത് ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി ഡിക്രീസ് ആകും, വളരെ കുറഞ്ഞു വരികയും ചെയ്യും. ഇത് വായ്പുണ്ണിന് പ്രധാനപ്പെട്ട കാരണമാകും. ഇതാണ് വായ്പുണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടുള്ള കാരണം, ഉദാഹരണത്തിന് ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന വായ്പുണ്ണിൻ്റെ കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതാണ്. ഇനി നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഉദാഹരണം, വായ്പുണ്ണ് വരുന്ന ബ്രഷ് ചെയ്യുന്ന സമയത്ത് പുതിയ ബ്രഷ് ആണെങ്കിൽ ഇതുവരെ സോഫ്റ്റ് ഉപയോഗിച്ചിരുന്നതിനുള്ള ഹാർഡിലേക്ക് മാറുകയാണെങ്കിൽ പെട്ടെന്ന് ബ്രഷ് ചെയ്യുന്ന സമയത്ത് വായ്പുണ്ണ് ഉണ്ടാവും. അതൊരു നമുക്ക് കൃത്യമായിട്ട് കാരണമായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാരണമാണ് നമ്മൾ ചില പ്രത്യേകമായിട്ടുള്ള ഓയിലുകൾ, ഹെയർ ഓയിലുകൾ യൂസ് ചെയ്യുക. അതിന് നീരിറക്കം കൊണ്ട് ഈ പറഞ്ഞ വായ്പുണ്ണ് വരാറുണ്ട്. ചില ആൾക്കാർക്ക് പേസ്റ്റ് മാറുന്ന സമയത്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്പെസിഫിക് ചില സമയത്ത് എന്ത് ചെയ്യും, പല്ലുകൊണ്ട് ഇടിച്ചുകൊണ്ട് തട്ടിയിട്ട് ഈ പറഞ്ഞ വായ്പുണ്ണ് വരാറുണ്ട്. അതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കാരണങ്ങൾ അറിയുന്നതാണ്. ആ തരത്തിൽ വായ്പുണ്ണ് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ മാറാറുണ്ട്. ഇനി വായ്പുണ്ണിന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നേരത്തെ പറഞ്ഞതുപോലെ വായ്പുണ്ണ് വരുന്നതിന് മുമ്പ് തന്നെ ഉദാഹരണത്തിന് നമുക്ക് കൃത്യമായിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ പറഞ്ഞ കോൺസ്റ്റിപ്പേഷനോ വയറുമായിട്ടുള്ള ബുദ്ധിമുട്ട് നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇന്ന കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്ട്രെസ്സോ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കും, കോർട്ടിസോൾ വർദ്ധിക്കുമ്പോൾ ആ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് വായ്പുണ്ണ് വളരെ സിമ്പിളായിട്ട് വരും. ഇനി വായ്പുണ്ണ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വായ്പുണ്ണ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തേൻ നെല്ലിക്ക ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ വന്ന ഭാഗങ്ങൾ, ഇപ്പോൾ വായ്പുണ്ണ് വന്ന ഭാഗങ്ങളിലാണെങ്കിൽ നമുക്ക് തേന്, നല്ല ശുദ്ധമായ തേന് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അത് മാറുന്നതായിട്ട് കാണാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മാതള നാരങ്ങയുടെ തൊലി ഡ്രൈ ആക്കിയതിന് ശേഷം അതിട്ട് ചൂടാക്കിയതിന് തിളപ്പിച്ച വെള്ളം കൊണ്ട് കവിൾക്കൊള്ളുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് മാറും. വായ്പുണ്ണ് വന്നിട്ട് മാറാതിരിക്കുകയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പുതിയൊരു വായ്പുണ്ണാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇത് ചെയ്യുക. പക്ഷേ തുടർച്ചയായിക്കൊണ്ട് നിങ്ങൾക്ക് വായ്പുണ്ണ് വരികയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കാരണം എന്താണ്, അത് ഈ പറഞ്ഞ വയറുമായിട്ട് ബന്ധപ്പെട്ട, ഇൻഡൈജഷനായിട്ട് ബന്ധപ്പെട്ട, ആസിഡ് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അതല്ലാതെ ഈ പറഞ്ഞ രൂപത്തിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വന്നു പോകുന്ന ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ്. ഇനി വായ്പുണ്ണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വായ്പുണ്ണിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ, ഉദാഹരണത്തിന് നമുക്ക് വളരെ ഡോട്ടായിട്ടാണ് നോർമലി മൗത്ത് അൾസർ വരാറുള്ളത്, പക്ഷേ അതിൻ്റെ സൈസ് വളരെ കൂടുകയും
പെയിൻ ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അടിയന്തരമായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ്. കാരണം അത് മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണമാണ്. നമുക്ക് വരുന്ന കാര്യങ്ങളൊന്നും സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് തള്ളിക്കളയാതെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുദ്ധിമുട്ടോ പ്രയാസങ്ങളില്ലാതെ വളരെ എളുപ്പം തന്നെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ വായ്പുണ്ണിൻ്റെ കോമൺ ആയിട്ട് നമ്മൾ വായ്പുണ്ണ് കണ്ടുവരാറുള്ളത് സ്ത്രീകൾക്കാണ്. കാരണം എന്താണ്, അവരുടെ ബോഡി ചൂട് കൂടും. ബോഡിയുടെ ചൂട് കുറക്കുക എന്നുള്ളതാണ് വായ്പുണ്ണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ബോഡിയുടെ അവരുടെ ചൂട് കൂടും. കാരണം ഭക്ഷണ കാര്യങ്ങൾ കൃത്യമായിട്ട് കഴിക്കാത്തൊരവസ്ഥ വരികയും സ്കിപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരും. അപ്പോൾ നമുക്ക് വായ്പുണ്ണ് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ബോഡിയുടെ ചൂട് കുറക്കുക എന്നുള്ളതാണ്. ബോഡിയുടെ ചൂട് കുറക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം ബാർലിയുടെ വെള്ളമാണ്. സ്ഥിരമായിട്ട് ബോഡി ഹീറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഡെയിലി ഒരു 2 നേരം 2 ടീസ്പൂൺ ബാർലി 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അത് 1 ഗ്ലാസ്സായി മാറിയതിന് ശേഷം നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ബോഡി എക്സസ് ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഭക്ഷണത്തിൽ കുറച്ച് ദിവസങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് തൈരിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് ഉപയോഗിക്കുക. സ്പൈസി ആയിട്ടുള്ള കറികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. തൈരിൻ്റെ ഉപയോഗം കൂട്ടുകയും ചെയ്യുക. അതെന്ത് ചെയ്യും, വളരെ വയറിൻ്റെ ഗുഡ് ബാക്ടീരിയക്ക് നല്ല ബാക്ടീരിയയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് തേൻ നെല്ലിക്ക വീട്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിക്കൊണ്ട് 1 കിലോനോ അല്ല 1/2 കിലോനോ നെല്ലിക്ക വാങ്ങിക്കൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കംപ്ലീറ്റ് വെള്ളം ഒഴിവായതിനു ശേഷം ഒരു 1/2 ലിറ്റർ തേനിലിട്ട് വെക്കുക. ഒരു 1 or 2 ഡേയ്സിന് ശേഷം ഡെയിലി 2 എണ്ണം വെച്ച് 3 നേരം കഴിക്കുക. ഈ പ്രയാസം കൂടുതലുള്ള വ്യക്തികളാണ്. ഇപ്പോൾ മോഡറേറ്റ് ആയിട്ടാണ്, വളരെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ ഡെയിലി 1 വെച്ച് 3 നേരം കഴിച്ചാൽ മതി. ഈ രൂപത്തിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള ചൂട് കുറയാനും അതോടൊപ്പം തന്നെ ആസിഡ് റിഫ്ലക്ഷൻ കുറയുവാനും ഈ പറഞ്ഞ മൗത്ത് അൾസറിന് വളരെ എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം വ്യത്യസ്ത സമയങ്ങളിൽ കുളിക്കുന്നത്. ചില ആൾക്കാർ വൈകുന്നേരം കുളിക്കുന്നത് നീർക്കെട്ടിന് കാരണമാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രഷ് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് ഉപയോഗിച്ച് അതേ മോഡലിൽ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാർഡല്ലാത്ത അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യമായ കാരണം കണ്ടെത്തിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായ്പുണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് റിപ്പീറ്റായിട്ട് വരാതെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ മുകളിൽ പറഞ്ഞ വ്യത്യസ്ത കാരണങ്ങൾ, ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞ മൗത്ത് അൾസർ വരാറുള്ളത്. അപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വായ്പുണ്ണ് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ടെമ്പററി ആയിട്ട് വരുന്നതിന് ഏതെങ്കിലും വർഷത്തിൽ 1 or 2 പ്രാവശ്യം വരുന്നത് നമുക്ക് കുഴപ്പമില്ല. മറിച്ച് നമ്മുടെ നോർമൽ ലൈഫിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് അത് മാറുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും തുടർ ചികിത്സ എടുക്കേണ്ടതാണ്. കാരണം അത് പതിയെ പതിയെ മറ്റു പല ബുദ്ധിമുട്ടുകളിലേക്ക് മാറും. അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടിലേക്ക് മാറും. ഒരുപാട് കാരണങ്ങളിലേക്ക് കണക്ഷനായിട്ട് ഇത് പോകും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും കൺസൾട്ടിങ് നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം. നന്ദി.